എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. അപ്പോൾ അന്ന് മമ്മൂട്ടി കണ്ടോണ്ട് തന്നെ എടുത്തു പോയിട്ട് സാർ ഞാൻ പക്ഷേ ഇങ്ങനെ ചെന്നൈയിൽ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്ത് ഞാൻ സിനിമയിലേക്ക് ഈ ഒരു ഡ്രീം ഫോളോ ചെയ്യാൻ വന്നേക്കാം. അപ്പോൾ അത്തന്നെ മമ്മൂക്കി ഒന്ന് ആലോചിച്ചിട്ട് നീ ജോലിയൊക്കെ ക്വിറ്റ് ചെയ്ത് ഈ പണിക്കിറങ്ങിയല്ലേ എന്നായിരുന്നു ഫസ്റ്റ് ചോദിച്ച ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പോവാ സാർ എങ്ങനെയാണ്? അന്ന് നമുക്ക് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്, ചിലവർ പിടിച്ചെടുക്കും, ബാക്കിയുള്ളവർ രക്ഷപ്പെടും, ബട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. 10 വർഷം കഴിഞ്ഞ് നമ്മുടെ സെറ്റിൽ അന്ന് മമ്മൂക്ക വന്നപ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ തന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ ദാറ്റ് ഷോക്ക് മീ ടു മൈ കോർ, ബിക്കോസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓർമ്മിക്കുന്നത് അത് ആസ് എൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ്, അതിനേക്കാളും വലിയൊരു ഒന്നുമില്ല as an actor to get. Thank you, Mamta, for being a part of our film. It's a huge thing for all of us involved. You are and you always will be an inspiration to all of us. As far as Chatta Pacha is concerned, ഇതിലെ വർക്ക് ചെയ്ത പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. The entire technical crew is here. ഇതിന്റെ കാസ്റ്റ് പലരും, അർജുൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അർജുൻ, wherever you are. ഇതിലത്തെ അൺസങ് ഹീറോസ് എന്ന് പറയുന്ന 2 പേരുണ്ട്. The superstars of this film, that is none other than Mr. Shyan Shaukat and Mr. Abed Nair. നിങ്ങളുടെ day 1 തൊട്ടുള്ള vision, your conviction that this film is going to do something special, that is the reason we are here. So thank you. Fantastic. Well, Arjun Ashokan, Roshan Matthews, Vishak Nair ഉണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടിയില്ലെങ്കിൽ it will not be complete. The boy through whose narrative Chatta Pacha, the Ring of Rowdy started is none other than നമ്മുടെ കൂട്ടത്തിലെ little. Let's give it up for Ishan Shankar Tufan. What a proud moment, Ishan. ഞങ്ങൾക്ക് എല്ലാവർക്കും, because ഇവിടെയുള്ള കുറെ പേര് ഇഷാനെയും ഷിഹാനെയും like I said ചെറിയ കുട്ടികളായി കണ്ടതാണ്. ഇന്ന് to see you as fully functional adults is insane, and that too like what a fantastic movie. After Marco, മറ്റൊരു സിനിമ and Chatta Pacha. How are you feeling today? എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കാനെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്, പക്ഷെ എല്ലാ പ്രാവശ്യം കാണുമ്പോഴും ഒടുക്കത്തെ നെർവസ്നെസ് ആണ്, എന്താണെന്ന് അറിയില്ല. ഞാനന്ന് ഡ്രസ് ഇടുന്ന സമയത്ത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്, പക്ഷെ മമ്മൂക്കയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എല്ലാം മറന്നുപോയി. നമ്മുടെ ജെൻസി ഓവർ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഓറ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഓറ. താങ്ക് യു സോ മച്ച്. ഓർക്കുന്നേ ഉള്ളൂ, മറന്ന സാധനങ്ങളല്ല. മമ്മൂക്ക നമ്മുടെ പടത്തില് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാക്ക് ബോൺ ആണ്. സ്റ്റാർട്ടിംഗ് തൊട്ട് മമ്മൂട്ടി കമ്പനി is one of our biggest supporters. George and Simulated. Nothing happens without you guys. So thank you so much. നമ്മളിപ്പോ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ടേഴ്സിന് ഒരുപാട് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ ശരിക്കുള്ള അൺസങ് ഹീറോസ് നമ്മുടെ ടെക്നീഷ്യൻസ് ആണ്. ഈ എല്ലാവരും സംസാരിക്കുന്ന സ്കെയിലും ഇതുവരെ കാണാത്ത ഒരു ഫിലിം മേക്കിംഗ് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ കാരണമാണ്. സോ താങ്ക് യു സോ മച്ച്. ആനന്ദായിട്ട് എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് യു. You know that. Praveen Chadha, Mujib Majid, Shankar Ehsan Rai, Kalayak Master, എല്ലാവരും thank you so much. You are the reason this movie is what it is. Shihan and Advait, നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഡൗട്ടേഴ്സ് ഉണ്ടായി. ഇവർക്ക് പിള്ളേരല്ലേ, ഇവർക്ക് എന്തറിയാനാ സിനിമയെ കുറിച്ച്, ഇവരാണോ സിനിമ ചെയ്യാൻ പോകുന്നതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി. ഈ പ്രോജക്റ്റ് എത്ര വലിയ സക്സസ് ആയാലും ഇന്നും നാളെ ഡൗട്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. സോ താങ്ക് യു ബോത്ത് സോ മച്ച്. പിന്നെ ആദ്യമായിട്ടാണ് ആക്ച്വലി ഞാൻ എന്റെ പേരൻസിന് മുമ്പിൽ സംസാരിക്കുന്നത് പടം റിലീസ് ചെയ്ത ശേഷം. കഴിഞ്ഞ 2 വർഷം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ. നിങ്ങളെ കാണാൻ പറ്റിയില്ല, കാരണം നിങ്ങൾക്ക് ദുബായിലാണ്. പക്ഷെ ഞാൻ ഈ പ്രോജക്റ്റിന് തിരക്കിലായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ഹോപ്പ് we both very proud. Sorry, ഇനി കടൽക്കൊമ്പൻ എന്ന പേരിൽ നീ അറിയപ്പെടും. Tattoo Sabos. Can I welcome Nitro Kili? Nitro Kili, Kurivi, Carmen S. Matthew. Let's give it up for Django Sultan, Vaishnav Biju, Bhasmasuran. Evada Bhasmasuran?
of Richo Rosa. And look at how excited she is. And of course, Zarin, are you here? Where is Zarin? You made the love angle of that movie so special. ഒരു ഫോട്ടോയില് നമ്മൾ കണ്ടുള്ളൂ, പക്ഷേ അത് മതിയായിരുന്നു. So good to see you as part of this movie. Steffi, here is Steffi. She's also played a fantastic role. Oh, she's the girlfriend, right? The also in one of Parnam Panda. Lovely, you were fantastic. Who else is here? There are in the cinema. Abhinecha, Akankar, namma makkalava, all the 3 kids. Come on. What are their names? Oh, I don't. On screen, nammal kanda ellarum varu. Nirvadi aakar undaayirunnu. We had Siddhik sir, mayor aayittu, Lakshmi, nammude referee aayittu, Rafi, Ashan aayittu, Rafi checkunda ivide. അങ്ങനെ എല്ലാവരും ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. We were so happy. ഇവരെല്ലാരും സ്റ്റേജിൽ നിൽക്കുമ്പം ഐ തിങ്ക് നമ്മുടെ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും വിളിക്കാതെ എന്ത് ചത്താപ്പച്ച. എന്റെ പൊന്ന് ഷിഹാനെ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. Can I have Advait Nair on stage? ഞാൻ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? Do we have everybody we need here on stage? Anand, come on man. ഇയാളെ അധികം കാണാറില്ല. പ്രവീൺ ചേട്ടൻ, ജോർജ് ചേട്ടനും വേദിയിൽ വരും, ഞങ്ങളുടെ ഭാഗമാണ്. സുനിലേട്ടാ വേദിയിൽ വരൂ. ഇവരെല്ലാരും തന്നെ നമ്മുടെ സിനിമയുടെ ഭാഗമാണ്. വിനായക് വരൂ, വിനായകൻ വരൂ. ടോഷ് ആൻഡ് ടോച്ച് വേദിയിൽ ടോഷ് ആൻഡ് ടോച്ച്. ഓക്കെ, are we good? Anup also joins us on stage. Anup Shankar. Alright, ladies and gentlemen, Chatta Pacha, do or die, the ring of rowdies അഭിനയിച്ച ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ കൂടെ ഇവിടെ സ്റ്റേജിലുണ്ട്. ഇവർക്കൊരു നല്ലൊരു കൈഡി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കഴിച്ച പോലെ നന്നായി ഒന്ന് വിസിറ്റ് കോഡ്. Because now joining the team is the അതിന് മുമ്പ് the writer is here, അമൽ ഷാ. Sorry, അമൽ എവിടെ? കണ്ടില്ല അമലെ? ഇങ്ങനെ ഒളിച്ചു നിന്ന് എങ്ങനെ കാണുന്നത് പോലെ അവനെ. ആദർശ്, ഇവര് കുറെ പേര് ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ആദർശ് വാ. ഇനി ശരിക്കും നോക്കിക്കേ, ആരെങ്കിലും ഉണ്ടോ മിസ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഇൻട്രോ കൊള്ളാക്കരുത്. സെറ്റ് അല്ലേ? Alright, so like each and every one of us, നമ്മളുടെ ജനനം മുതൽ സിനിമ കണ്ട് നാളെ മുതൽ നമുക്ക് ഇദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ he's become such a part of our lives, അല്ലേ? അത്രയും വലിയ ഒരു നടൻ നമ്മളുടെ സിനിമയിൽ വരുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, അത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ലേ? അത് മാത്രമല്ല, ആ ഫിലിം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുമ്പോൾ ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് ഫീൽ ചെയ്യുന്നില്ലേ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളിയല്ലേ? നമുക്ക് ആക്ച്വലി സക്സസ് തുടങ്ങിയത് നമുക്ക് ജോയിൻ ചെയ്തത് തൊട്ടുണ്ട്. ഈ സക്സസ് ഇതൊക്കെ ഒരു ഷോ മാത്രമാണ്. അപ്പൊ ഈ സക്സസ് പാർട്ടി ശരിക്കും എന്ന സക്സസ് പാർട്ടി ആവണമെങ്കിൽ it is time, ladies and gentlemen, for us to welcome the reason behind the success, the X Factor. Let's give it up for the one and only നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. Mokka is here in the house. Mokka കൊണ്ടുവന്നേ. Can we stand up and give them a round of applause? Chatta Pacha, ring of rowdies. Q Studio presents the M Factor Chatta Pacha Success Party, powered by Joy Alucas, our strength partner Kenza TMT Steel Bars. Mokka joined the team, and then എല്ലാം മാറി. റോസ മാറി സംസാരിക്കണം. റോസക്ക് എന്താ പറയണ്ടേ? റോസ അമ്മ വേണ്ടല്ലോ. എന്താ പറയാനുള്ളേ? മമ്മൂക്ക വരണേക്കാൾ കുറച്ച് ദിവസങ്ങൾക്ക് ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ ആക്ടിങ്. മമ്മൂക്ക ശരിക്കും ഞാൻ ചെയ്യാനോന്ന് തന്നെ വെച്ചത്, പക്ഷെ കുറച്ച് ഞാൻ പേടിച്ചു. പിന്നെ മമ്മൂക്ക വന്നപ്പോ ഞാൻ ആകെ എന്റെ കിളി പോയി. ഇത് എന്താ അത്? അപ്പൊ മമ്മൂക്കയുടെ ആക്ടിങ് ഞാൻ തിയേറ്ററിൽ എന്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ടോ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ മമ്മൂക്കയുടെ ആക്ടിങ്ങില്? അവിടെ ആക്ടിങ്ങില് മമ്മൂക്ക വരുമ്പോ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ്
ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മമ്മൂക്ക എടുത്ത് ചോദിക്കാം. മോൾക്ക് എന്താ മമ്മൂക്ക എടുത്ത് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോൾ റോസമ്മ തന്നെ അങ്ങ് ചോദിച്ചോ. എന്റെ ആക്ടിങ് അങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഞാൻ പേടിച്ചു പോയി. ഭയങ്കര ആക്ടിങ് കണ്ടിട്ട്. ഇത്രയും ചെറിയ ആൾ ഇത്രയും വലിയ അഭിനയം വിജയിക്കും വിചാരിച്ചു. മമ്മൂക്ക ചക്ക പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടിയിൽ ഇവരെല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻ ദം. എന്ത് തോന്നുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി 2 ദിവസം അത് കഴിഞ്ഞു, ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദം. ചത്ത പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ? ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ഷൗക്കത്തൻ്റെ ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം, പിള്ളേർ സിനിമ പഠിച്ചു, ഒരാൾ ആക്ടിങ് പഠിച്ചു, ഒരാൾ ഡയറക്ഷൻ പഠിച്ചു, എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം. ഞാൻ പറഞ്ഞ ഷൗക്കത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല. ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക. കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ പള്ളിയ പാടെ ഇവിടെ നിന്ന് പോകും. അപ്പോൾ വേണം, അല്ല ഒരു പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു അറിയാത്ത പിള്ളേർക്ക് ജോലിയൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളെന്ന് പറഞ്ഞു. പക്ഷേ ഷൗക്കത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഷൗക്കത്തിന് അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെ കാണെങ്കിലും മറ്റയാളെങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട്. ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അവരെ വേണ്ട ഇവരെ ഇടെന്ന് പറയാൻ എന്നെ പറ്റില്ല. നിങ്ങൾ അവരോട് പോയി ചോദിക്കുക, അവർക്ക് സൗകര്യമുണ്ടോ, ഇയാൾക്ക് സൗകര്യമുണ്ടോ, അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു. ആക്ടേഴ്സ്, ഈ ഡയറക്ടർ, ഞാൻ പറഞ്ഞു ഡയറക്ടർ എനിക്കറിയില്ല, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കും. അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി. എനിക്ക് അച്ഛനും കുറച്ച് വിശ്രമം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്തെ ഞാൻ വേണോ, ഞാൻ വരണോ? അല്ല വരണം. അത് ഞാൻ പറഞ്ഞ് എങ്ങനെ ഇല്ലാതിരിക്കാൻ പറ്റില്ലേ? അല്ല ഈ പടത്തിൻ്റെ ആദ്യം പോലെ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് വന്നില്ല പിന്നെ ആൾക്കാർ ചോദിക്കും അതിനോട് പോയത്. അപ്പോൾ പിന്നെ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ കഥയുടെ ആദ്യം എന്തോക്കെ പറയണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു. അത്രേ ഉള്ളൂ സിനിമയിൽ. സിനിമയിൽ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത്, ഇയാള് ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ്. ഇടയ്ക്കാലത്ത് അയാൾ നാട് വിട്ടു പോയിരുന്നു. ഉച്ചക്കാരാണ് എല്ലാവരും. അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടുന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറെ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒത്തിരി കണക്ഷൻ പോയെന്ന് വരെ, പക്ഷെ അതങ്ങനെ കണ്ടാൽ കണക്ട് ആവും. എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസവും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവുമില്ല, എൻതൂസിയാസവും ഇല്ല, എനർജിയും ഇല്ല, പേടി മാത്രമേ ഉണ്ടായിരുന്നു. രക്ഷപ്പെടുവോ, നന്നാവുമോ, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത്. പക്ഷെ ഇവര് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ. ഈ റോഷൻ്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെയൊന്നുമില്ല, ഇത് അഴിച്ചിട്ട പേടിയാവും. അതുപോലെ ഈ ചങ്ങാതി ഈ വിശാഖ് എൻ്റെ നാളാണ്. വിശാഖ് ഈ നമ്മൾ സാധാരണ നമ്മുടെ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേർ എനിക്കൊന്നും ജന്മത്ത് പറ്റില്ല. ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും പോയി ചെയ്തു തുടങ്ങിയത്. ഒരു 5-8 കൊല്ലമായിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയത്. പക്ഷെ പിള്ളേരെ സമ്മതിക്കുന്നു. ഈ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി, ഇവരായിരുന്നു ഈ സിനിമയിലെ.
അല്ല, ഇത് സത്യം പറയുന്നതാണ്. ഞാനിതിനകത്ത് കള്ളത്തരം മരുന്നൊന്നും ചേർക്കത്തില്ല. ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത്. അപ്പോൾ ഇവന്മാർ ഊതിയാൽ നമ്മൾ പറന്നുപോയി പോയില്ലേ. അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എനർജിയും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട്. ഇവരുടെ എല്ലാ എഫർട്ടിനും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പറയും. അത്രത്തോളം ഈ ഷൗക്കത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഷൗക്കത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാശൊന്നും തന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എന്നിടക്ക് സന്തോഷ് എൻ്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയാകട്ടോ. സന്തോഷിൻ്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം. പിന്നെ പുള്ളി ഇപ്പോഴത്തെ ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ട് കുറച്ചാളായിട്ട് വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് പക്ഷെ ഞാൻ ഈ പരിപാടി കാണുമായിരുന്നു. പിന്നെ ഇപ്പൊ സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത്. സത്യമല്ലേ? നമ്മളെ പടം എങ്ങനെയുണ്ട്? പുള്ളിയാണോ? സൂപ്പർ, പൊളിച്ചടുക്കി. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷം. ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇങ്ങനെ നോക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ? ഹി വാസ് സോ എന്തൂസിയാസ്റ്റിക്. നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത്, നമ്മളിപ്പോൾ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുമ്പിൽ പോയി മോശമാകല്ലോ ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല. അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമയെന്ന്, അത് വേറെ കാര്യം. അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു. അതെന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഇങ്ങനെയുണ്ട് ഈ പരിപാടി. താങ്ക് യു ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? റെസ്ലിംഗ് റെസ്ലിംഗുമായിട്ടുള്ള ബന്ധമോ? അല്ല, അത് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ ബന്ധമാണെങ്കിൽ എന്റെ മൂത്തപ്പയുടെ മൂത്ത മോനാണ്. ഈ വോൾട്ടർ എന്ന ക്യാരക്ടർ ചെയ്യാൻ യെസ് പറഞ്ഞ കാരണം എന്താ? ഞാൻ റെസ്ലിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ വെറുതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നല്ലേ ഉള്ളൂ പല കാര്യങ്ങളും. അതേ ഉള്ളൂ. അത് ഇയാളെ പഴയ അന്നത്തെ കാലത്ത് ഒരു ദാരിദ്ര്യ കാലത്തുള്ളൊരു ഫീലിംഗേ ഉള്ളൂ. ഇപ്പൊ ഒരു വലിയ റെസ്ലിംഗ് ഇതൊക്കെ കിട്ടി വരും പരിപാടിയല്ലേ. അത്രേ ഉള്ളൂ. പറയാം. ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 2023 തുടക്കത്തിൽ ഓസ്ലർ, 2024 രേഖാചിത്രം, 2026 ചത്ത പച്ച. ഈ മമ്മൂക്കെ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു വിശ്വാസമായി മാറിയെന്ന് തോന്നുന്നോ? അത് മമ്മൂക്ക മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണോ? നമുക്കൊരു ക്യാമിയോ ചെയ്തേക്കാം, നമ്മളില്ലെങ്കിൽ നമ്മുടെ പേര് മതി അത് ഹിറ്റ് ആവാൻ. അതിപ്പോ ഇങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലതാണ്. അടുത്ത വർഷം ഒരു ക്യാമിയോ ഒക്കെ റീഫിക്സ് ചെയ്യാം. ബാബു ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്യാമിയോ ആയിട്ട് വരുമ്പോ അതുപോലെ മമ്മൂക്കനെ ഈ കൊച്ചി മട്ടാഞ്ചേരി ഈ ഏരിയയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോ അതിനൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. അപ്പം ആ ഏരിയ ആയിട്ട് മമ്മൂക്കയ്ക്ക് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് എന്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരി. പിന്നെ ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിക്കാരാണ്. പിന്നെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ആ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് കാലം നാടകം കളിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വേണ്ടി ഭാഷ അത്യാവശ്യം നല്ല പരിചയവും. ഞങ്ങളുടെ ഒരു മട്ടാഞ്ചേരിക്കാരൻ അവിടെ ഉണ്ട്. നീ രണ്ട് ഭാഗത്തൊന്നും പറയുന്നോ? പിടി ടെൻഷൻ അടിച്ച് ചാവരുത്. മമ്മൂക്ക പൊളിയാണ്. ലവ് യു എന്നൊക്കെ. ലവ് യു ടു. വരെ കണ്ടന്റായോ എന്നാ നമുക്ക് നിർത്താം. ഇനി 2026 തുടക്കം കുറിച്ചു, ചത്ത പച്ച ഹിറ്റായി. ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ കുറെ അധികം ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് ആണ്. അതിൽ പേട്രിയറ്റ് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ഇഷാനും എവിടെ? ഇഷാൻ എവിടെ? അതിന്റെ പുറകെ എവിടെയോ ഭയങ്കര ബിസി ആട്ടോ.
കുറെ പടത്തിലായിപ്പോ അല്ല സെറീനും ഉണ്ട്. അപ്പം അതിന്റെ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം ഈ സിനിമകളിലൊക്കെ? എങ്ങനത്തെ മമ്മൂക്കയാണ് ഇനി വരാൻ പോകുന്നത്? വോൾട്ടറിനെ കണ്ടു, ഏത് മുഖമായിരിക്കും? കുറെ മുഖം, എന്തും ചെയ്യും, അന്തം വിട്ടാൽ എന്തും ചെയ്യും. എന്തായാലും നമ്മുടെ വോൾട്ടറിന്റെ ഈ ഒരു ചിത്രത്തിൽ കിട്ടിയത്, അത് മമ്മൂക്ക ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു കൈയെടുക്കാം to the entire team of Chata Pachana. വാസമേ, അവസാനം വല്ല വാക്ക് പറയാനോ? നീയാണല്ലോ ഇന്നത്തെ താരം. ലാസ്റ്റ് പിന്നെ മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ, വോൾട്ടറിന്റെ പിന്നാലെ ആൾക്കാർ പറയും. ആ പറഞ്ഞോ, ആരൊക്കെ പറയാം, പറഞ്ഞോ. Now, ladies and gentlemen, we are very excited to call the person behind Q Studio. അദ്ദേഹം ഇതിന്റെ ഫൗണ്ടറും അതുപോലെ തന്നെ ചീഫ് എഡിറ്ററുമാണ്. The Q and the Q Studio ന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന I'd like to welcome Manish Narayan on stage right now. This is a very important moment, Manish. Amazing ആയിട്ടുള്ള ചത്ത പച്ച സക്സസ് സെലിബ്രേഷനിൽ the Q Studio presents the M Factor ചത്ത പച്ച സക്സസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ മനീഷ് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനും ഞങ്ങൾക്ക് ആഗ്രഹം. മമ്മൂക്കയുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടി എന്നതിനപ്പുറത്ത് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ. കാരണം ചത്ത പച്ചയിലെ ഇവിടെയുള്ള ടെക്നീഷ്യൻസും ക്രൂവും പറഞ്ഞ പോലെ ദ ക്യൂ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്ലാറ്റ്ഫോം തുടങ്ങാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും മമ്മൂക്ക നൽകിയൊരു വാക്കാണ്. മമ്മൂക്ക പറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ആകുന്ന ആഗ്രഹങ്ങളിലേക്കും ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ യാത്രയിൽ ഞങ്ങൾ 7ാം വർഷത്തുമ്പോൾ മമ്മൂക്കയായി ചേർന്ന് ഒരു സന്ധ്യ കിട്ടിയതിന്റെ സന്തോഷം കൂടി, അതിനപ്പുറത്തൊന്നുമില്ല. താങ്ക് യു മമ്മൂക്ക, താങ്ക് യു ടീം ചത്ത പച്ച. നമുക്ക് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മൊമെന്റ് ആണ്. ഐ തിങ്ക് ചത്ത പച്ചയ്ക്ക് ആ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഒരു മെമെന്റോ കൊടുക്കാനുണ്ട്. അത് മനീഷ് തന്നെ കൊടുത്താൽ നന്നായിരിക്കും. സൗദേനെയും അസ്മിനെയും ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചോട്ടെ. ഐ തിങ്ക് യു ആർ പാർട്ട് ഓഫ് ദ വർക്ക്, ട്രസ്റ്റ് മീ. ഷൗക്കു, അപ്പൊ ഷൗക്കു വരണ്ടേ? വേണ്ട, പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. ഓക്കെ, സ്റ്റേജിൽ കയറിയാൽ നമുക്ക് കാശ് ചോദിക്കും. സംഗീത, you work very hard, no? അവിടെ ഇപ്പോൾ പണിയെടുത്തോണ്ടിരിക്കുകയാണോ? ബാക്കി സംഗീത ജനാർദ്ദനൻ to join us. She's part of the PR team of many super hits of 2026 ന്റെ super hit. Congratulations വൈശാഖ്, നമ്മുടെ PR വൈശാഖല്ലേ? ജിനു വാ. ഇനി ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ചത്ത പച്ചയുടെ ടീമിൽ നിന്നും? ഇവിടെ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴും സ്റ്റേജിന്റെ പുറത്ത് ജോലി എടുത്തോണ്ടിരിക്കുക. ആരാണ് കൺട്രോളർ? Prashant, are you here? Soumya, are you here? Soumya, look behind him. Soumya, ba. Okay, nalla chatta pachada paattu thanne itto makkale, because now it's time for us to celebrate Walter the pillarum thooki adichvari. Let's give it up for Team Chatta Pacha. Q Studio founder and editor Manish Narayan, Saipano, a trophy to the entire team. Mamukka andala cinema, Mamukka pidicho. Woo! Chauku. Mamukka trophy ullu. മമ്മൂക്കയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്കിവിടെ ഒരു സംഭവം കൂടിയുണ്ട്. അത് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ഷഹദ് മൊയ്തീൻ, CEO Kenza TMT Steel Bars, as well as Mr. Rajesh, the Assistant Manager Ernakulam of Joy Alucas, to be present on stage with us. ഈ ഒരു അവസരത്തിൽ hi, come. Can I please welcome both of our wonderful sponsors to join us on stage. ഇനി മമ്മൂക്കയ്ക്ക് ഒരു ഡ്രോയിങ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ്. റഹീം റെഡ്സ് ഒരു വൈറൽ ആർട്ടിസ്റ്റ് ആണ് റഹീം. ആ ഒരു ഡ്രോയിങ് നമുക്ക് വേണ്ടി ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാമോ പ്ലീസ്? റഹീം, you guys can stand closer.
ക്ലോസർ. മമ്മൂക്കയുടെ മുന്നിൽ വെച്ചാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. മമ്മൂക്ക തുറന്നോളൂ. മമ്മൂക്ക. റഹീം റെഡ്സ് ഒരു വൈറൽ ആർട്ടിസ്റ്റ് ആണ്. മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡ്രോയിങ്. ഓ വാൾട്ടറിന്റെ ഒരു ഡ്രോയിങ് ആണ്. Okay, it's time for a picture, ladies and gentlemen. अब എല്ലാവരും അടുത്ത് നിന്ന് can we take a lovely picture of the cast and crew? ഗംഗ സ്റ്റേജിൽ കയറിക്കോളൂ. ഓക്കെ, അപ്പൊ നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ബോർഡർ കോട്ടയുടെ പിള്ളേരും ചത്ത പച്ച എന്ന സിനിമയിൽ 2026 absolutely spectacular performance ആണ് കാഴ്ചവെച്ചത്. So നന്നായി കൈയടിച്ചു എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. Give them the loudest round of applause. Debutant producer Shihan, debutant director Advait, and the biggest star of all, നമ്മുടെ മമ്മൂക്ക. എല്ലാരും മറ്റേ ചത്ത പച്ച, എല്ലാരും ചത്ത പോലെ നിൽക്കുന്നത്, എല്ലാരും പച്ച പോലെ നിൽക്കുന്നത്. ചത്ത പച്ച. മമ്മൂക്ക ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. മമ്മൂക്ക നമ്മുടെ സ്പോൺസേഴ്സ് ഒരു ചെറിയ മെമെന്റോ. Can I please welcome Rajesh C, Assistant Manager Ernakulam Joy Alukas. നമ്മുടെ കൂടെ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം. മമ്മൂക്ക ഈ മെമെന്റോ ഒന്ന് കൊടുത്തു. യു വാണ്ട് ടു സേ താങ്ക് യു. അവരാണ് ഈ പരിപാടിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. നല്ലൊരു ഐഡിയാവാ. Can I please welcome Mr. Shahad Moideen, CEO of Kenza TMT Steel Bars, to hand over, to receive the memento on behalf of Chatta Pacha. Thank you so much. നല്ലൊരു ഐഡിയാവാ. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് നല്ലൊരു ഐഡിയ കൊടുക്കണം. ഇനി വേദിയിലുള്ള ബാക്കി ആൾക്കാർക്ക് നമുക്കൊരു പണി തരാം. ഇനി പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിയുമ്പോൾ നിങ്ങൾ യൂഷ്വലി റിംഗിൽ ഒന്നെങ്കിൽ ജയിക്കും ഒന്നെങ്കിൽ തോക്കും. പക്ഷെ ഇപ്പം മമ്മൂക്കയ്ക്ക് വേണ്ടി മമ്മൂക്ക റിലാക്സ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആ ഫൈനൽ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ്. പാട്ടിട്ട മക്കളെ മമ്മൂക്കയ്ക്ക് നല്ലൊരു കൈ കൊടുക്കാം. നമ്മളുടെ വാൾട്ടർ തൂക്കി